പാനൂർ സ്ഫോടന വിഷയത്തിൽ സിപിഎമ്മിൽ ഭിന്നത. സംഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് വിമർശനം. നേതാക്കൾ വീട് സന്ദർശിച്ചതിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. കെ ശൈലജ സംസ്ഥാന നേതൃത്വത്തെ വീണ്ടും അതൃപ്തി അറിയിച്ചു. ചന്തു ചന്ദ്രശേഖറുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. ചന്തു, ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ സിപിഎം നേതൃത്വം തന്നെ ഇതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട സിപിഎം നേതാവിൻ്റെ വീട്ടിൽ ഈ സിപിഎം നേതാക്കൾ ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിയും പോയത് ശരിയായില്ല. അത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വീഴ്ചകൾ ഉണ്ടാകാൻ, തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുവെന്ന് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത സിപിഎം നേതാക്കൾക്കിടയിൽ തന്നെ ഉടലെടുത്തിരിക്കുകയല്ലേ? പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സിപിഎം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ സിപിഎമ്മിനുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയവർ ഇവർക്കെല്ലാം സിപിഎം ബന്ധമുണ്ട്, ഡിവൈഎഫ്ഐ ബന്ധമുണ്ട്. പക്ഷേ ഇതിനെ ന്യായീകരിക്കുന്ന, അതായത് ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഒക്കെ പ്രതികരിക്കുന്നത്. എന്നാൽ വടകരയിലെ സ്ഥാനാർത്ഥി കെ ശൈലജ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടിയിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ആദ്യം ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ സിപിഎം പ്രവർത്തകരാണ് പിടിയിലായത് എന്നറിഞ്ഞപ്പോൾ തന്നെ സിപിഎം സംസ്ഥാന നേതൃത്വത്തെ കെ ശൈലജ അതൃപ്തി അറിയിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കെ ശൈലജ തന്നെ പാർട്ടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ മരണപ്പെട്ട ആളുടെ വീട് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ സന്ദർശിക്കുന്ന വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിലാണ് കെ ശൈലജ അതൃപ്തി വ്യക്തമാക്കിയത്. കാരണം ഇത്തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നേതാക്കളുടെ സന്ദർശനം ശരിയായില്ല എന്നൊരു അഭിപ്രായമാണ് കെ ശൈലജ പ്രകടമാക്കിയത്. ഈ നേതാക്കളുടെ സന്ദർശനം പകർത്തി ഈ മാധ്യമങ്ങൾക്ക് നൽകി, അല്ലെങ്കിൽ അത് പുറത്താകാൻ കാരണം തന്നെ അവിടുത്തെ പാർട്ടിയിലെ വിഭാഗീയത ഉണ്ടെന്ന തരത്തിൽ ഉള്ള സൂചനകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി വളരെ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ സിപിഎമ്മിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നത കൂടി ഉടലെടുത്തിരിക്കുന്നു. അതിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കെ ശൈലജ തന്നെ ഇതിനെതിരെ പാർട്ടിയിൽ അതൃപ്തി പ്രകടമാക്കി. മാത്രമല്ല ഈ കുറ്റക്കാരെ, അവർ ക്രിമിനലുകളാണെങ്കിൽ അവരെ ക്രിമിനലുകളായി തന്നെ കാണണമെന്ന ഒരു അഭിപ്രായവും കെ ശൈലജ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സിപിഎം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതിൽ രണ്ട് അഭിപ്രായം കൂടി പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തതോടെ തിരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിൽ പാനൂർ സ്ഫോടനം സിപിഎമ്മിനെ ബാധിക്കുമെന്ന തരത്തിലേക്ക് സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പലതരത്തിൽ കോപ്പുകൂട്ടുന്നത് ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കുവാൻ വേണ്ടി. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. മുഖ്യമന്ത്രി പറയുന്നുണ്ട് അത് അവർ പോയത് മനുഷ്യത്വപരമായിട്ടാണെന്ന്. ഒപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അത് ഈ ഒരു രക്ഷാപ്രവർത്തനമാണ്. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യമൊക്കെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചെടിച്ചട്ടിയും ഹെൽമറ്റും അത് കഴിഞ്ഞപ്പോൾ ബോംബ് വരെ എത്തിയിരിക്കുന്നു. പക്ഷെ അതൊക്കെ തന്നെ അവർക്ക് തിരിച്ചടിയാവുകയാണെന്ന്. ഈ ഒരു സമാധാനപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഈ ഒരു സമയത്ത് ബോംബ് നിർമ്മിച്ച് അങ്ങനെ ഒരു കലാപാഹ്വാനം ഉണ്ടാക്കാനായിരുന്നു സിപിഎമ്മിൻ്റെ ശ്രമം. അതുകൂടെ പൊളിഞ്ഞിരിക്കുകയാണ് ഈ അവസ്ഥയിൽ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഭിന്നിപ്പ് കൂടെ തുടരുന്നതും പാർട്ടിയിൽ തന്നെ. തീർച്ചയായിട്ടും രജനി, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഈ കാര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ടി.പി. ചന്ദ്രശേഖരൻ വധവും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, കണ്ണൂരിലെ സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നതിന് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം ഇതിനകം ഉടലെടുത്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് കെ ശൈലജ അതൃപ്തി പ്രകടമാക്കിയതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ഫോടനമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ കെ ശൈലജ അതൃപ്തി പ്രകടമാക്കിയ ശേഷം നേതാക്കളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് മരണ വീട്ടിൽ പോകുക എന്നത് മനുഷ്യത്വപരമായ സമീപനമാണെന്ന്. പക്ഷേ സെക്രട്ടേറിയറ്റിൽ നിന്നും വളരെ വിദൂരമല്ലാത്ത സിദ്ധാർത്ഥിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി ഇതുവരെ സന്ദർശിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ഏത് തരത്തിലാണ് എന്ന ഒരു ചോദ്യം പ്രധാനമായും ഇവിടെ പ്രകടമാകുന്നുണ്ട്. അതിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ന്യായീകരണമായിരുന്നാലും ആ തരത്തിലാണ് പോകുന്നത്. പക്ഷേ എന്തായാലും പാർട്ടി വലിയ രീതിയിൽ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിനിടയിൽ കണ്ണൂരിലെ സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ടി.പി. ചന്ദ്രശേഖരൻ വധവും ഒക്കെ ഇപ്പോൾ പാർട്ടിക്ക് തിരിച്ചടിയായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത ശക്തമായിരിക്കുന്നത്. പാനൂർ സ്ഫോടന വിഷയത്തിൽ സിപിഎമ്മിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്നുള്ള വിമർശനവും രൂക്ഷമാവുന്നുണ്ട്. നേതാക്കൾ വീട് സന്ദർശിച്ചതിലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. കെ ശൈലജ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്, അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.